Blasters Weekly with Desi2wins പുതിയ സീസണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. Yes, so Kerala Blastersന്റെ പുതിയ സീസൺ തുടങ്ങിയിരിക്കുകയാണ്. സോ ഞങ്ങളും കരുതി ബ്ലാസ്റ്റേഴ്സ് വീക്ക്ലി എന്ന പരിപാടിയുടെ ഒരു പുതിയ സീസൺ തുടങ്ങാമെന്ന്. എന്റെ പേര് സുജിത്ത് എന്നാണ്. എന്റെ പേര് സുനിത് എന്നാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിൽ ത്രൂ ഔട്ട് പ്രീ മാച്ച് ആൻഡ് പോസ്റ്റ് മാച്ച് അനാലിസിസ് ചെയ്തായിരുന്നു. സോ ഇപ്പൊ പ്രീ സീസൺ തന്നെ വരികയാണ്. അപ്പൊ അവിടെ തന്നെ തുടങ്ങാന്ന് ഞങ്ങൾ വിചാരിച്ചു. സോ കഴിഞ്ഞ വർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ 2017-2018 സീസണെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അത്ര നല്ല ഓർമ്മകളല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ ISL-ൽ നമ്മൾ 6th പൊസിഷനിലാണ് എൻഡ് ചെയ്തത്. ISL-ന്റെ വിഷമം മാറാൻ വേണ്ടി ഒരു സൂപ്പർ കപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് പ്രതീക്ഷകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് വെച്ചു, മഞ്ഞപ്പട വെച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി റൗണ്ട് ഓഫ് 16 തന്നെ നമ്മൾ പുറത്താക്കി. അതും ലീഡിൽ ഉണ്ടായിരുന്ന മാച്ചാണ് നമ്മൾ തോറ്റത്. അതിനെ കുറിച്ചൊന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാം. പാസ്റ്റ് ഇസ് പാസ്റ്റ്. ഒരു പുതിയ സീസണാണ്, ഫ്രഷ് സൈനിങ്സ് ഉണ്ട്, സോ ഫ്രഷ് ടാലന്റ് ഉണ്ട്. സോ നമ്മൾ അവരെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടും ഇനി വരുന്ന പ്രീ സീസൺ മാച്ചസിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, നമ്മൾ ഈ പ്രീ സീസൺ നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണ്, കൊച്ചിയിൽ വെച്ചിട്ടാണ് കളിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ്. ആൻഡ് കളിക്കാൻ പോകുന്നത് ചെറിയ ടീംസുമായിട്ടല്ല, വമ്പൻ സ്റ്റാറുകളായിട്ടാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ഇന്റർനാഷണൽ പ്രീ സീസൺ ടൂർണമെന്റ് ആണ്. ടൊയോട്ടോ യാറിസിന്റെ ലാ ലീഗ ടൂർണമെന്റ്, വേൾഡ് ടൂർണമെന്റ് ആണ് നടക്കാൻ പോകുന്നത്. ആൻഡ് വരാൻ പോകുന്ന ടീം മറ്റൊന്നുമല്ല, മെൽബൺ സിറ്റി FC ആൻഡ് ജിറോന FC ആണ്. സിറ്റി ഗ്രൂപ്പിന്റെ തന്നെ, സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിന്റെ ടീംസ് ആണ് മെൽബൺ സിറ്റി FC ആൻഡ് ജിറോന FC. നമുക്കെല്ലാവർക്കും അറിയാം, മെൽബൺ സിറ്റി FC എന്ന് പറയുന്ന ടീം ആദ്യം അറിയപ്പെട്ടത് മെൽബൺ ഹാർട്ട് FC എന്ന പേരിലാണ്. പക്ഷെ സിറ്റി ഗ്രൂപ്പ് മെൽബൺ സിറ്റി FCയുടെ 100% ഷെയർ കിട്ടിയതിനു ശേഷം ആ പേര് വരുമായിരുന്നു, മെൽബൺ സിറ്റി FC എന്നായി. അതുകൂടാതെ ലാ ലീഗ ടീം, അതായത് ജിറോന FC എന്ന ലാ ലീഗ ടീം, പിന്നെ ഓസ്ട്രേലിയൻ A ലീഗ് ടീമായ മെൽബൺ സിറ്റി FC ടീം, ഇവർക്കെതിരെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ കളിക്കുന്നത് ഒരു നല്ലൊരു നേട്ടം തന്നെയാണ്. ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ് ഓൺ ഇറ്റ്സ് ഓൺ. അത് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഭാഗ്യം. എന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിലില്ല, പക്ഷേ സ്റ്റേഡിയത്തിൽ വെച്ച് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഭാഗ്യമാണ്. എന്തായാലും മെൽബൺ സിറ്റി FC നമുക്കറിയാം, നമ്മൾ ജിറോന FC നെ കുറിച്ച് സംസാരിക്കുന്നത് കാരണം നെക്സ്റ്റ് മാച്ച് അവരുമായിട്ടാണ്. ഇപ്പം മെൽബൺ സിറ്റി FC കുറിച്ച് പറയുകയാണെങ്കിൽ, മെൽബൺ സിറ്റി FCയിൽ സിറ്റി ഗ്രൂപ്പ് എടുത്തതിന് ശേഷം ഒരുപാട് നല്ല പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. എക്സാക്ട്ലി. മെൽബൺ സിറ്റി FC എന്ന ടീം മെൽബൺ ഹാർട്ട് FC എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. പിന്നെ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് മെൽബൺ സിറ്റി FC-നെ എടുത്തപ്പോൾ അവരുടെ ഫസ്റ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈനിങ്സ്, അല്ലെങ്കിൽ മെൽബൺ സിറ്റി FC എന്ന ടീമിനെ അറിയപ്പെടാനുള്ള മെയിൻ കാരണം ഡേവിഡ് വിയ എന്ന വേൾഡ് കപ്പ് വിന്നിംഗ് സ്ട്രൈക്കർ ആയിരുന്നു. ന്യൂയോർക്ക് സിറ്റി FC-യിൽ നിന്നും ലോണിന് വന്ന ഡേവിഡ് വിയ 4 മാച്ചേ അവിടെ കളിച്ചിട്ടുള്ളൂ. ഔട്ട് ഓഫ് 10 മാച്ചസ് ഹി വാസ് എക്സ്പെക്ടഡ് ടു പ്ലേ. 4 മാച്ചേ കളിച്ചിട്ടുള്ളൂ. പക്ഷെ ആ 4 മാച്ച് കൊണ്ടാണ് മെൽബൺ സിറ്റി FC എന്ന ടീം റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത്. അതെ, ക്രൗഡ് പുള്ളിംഗ് ആയിരുന്നു. കാരണം അത്രയും കാലം ഇല്ലാത്ത സപ്പോർട്ടാണ് മെൽബൺ സിറ്റി FCക്ക് ഡേവിഡ് വിയയുടെ പ്രസൻസിന് ശേഷം അറ്റൻഡൻസ് ഉണ്ടായത്. പിന്നെ അതുകൂടാണ്ട് എവർട്ടണിന് വേണ്ടി കളിച്ച ടീം കാഹിൽ എന്ന് മാത്രമല്ല, ഓസ്ട്രേലിയൻ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഗോളടിച്ച് 50 ഗോൾസ് സ്കോർ ചെയ്ത ഒരു പ്ലെയർ ആണ് ടീം കാഹിൽ. എവർട്ടന് വേണ്ടി 200 മാച്ചസിന് അപ്പോ കളിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പ്ലെയറുടെ പ്രസൻസും. ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ ഇവർ രണ്ടുപേരും നമ്മുടെ എതിരെ കളിക്കാൻ പ്രീ സീസണിൽ വരുന്നില്ല. ബിക്കോസ് ദേ ആർ നോട്ട് പ്ലേയിങ് വിത്ത് മെൽബൺ. ഗുഡ് ന്യൂസ്, ബിക്കോസ് ഡേവിഡ് വിയ ഉണ്ടായിരുന്ന ചിലപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. ഒരുപാട് പേര് കാണാൻ ആഗ്രഹിച്ചത്, ഞാൻ ഉൾപ്പെടെ. പക്ഷെ അത് ആ വിഷമം മാറ്റാൻ തന്നെ അവർക്ക് ഒരു നല്ല അടിപൊളി പ്ലെയർ അവരുടെ ടീമിലുണ്ട്, ഒരു ഉറുഗ്വൻ സ്ട്രൈക്കർ. യെസ്, സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിന്റെ ഏറ്റവും ഇമ്പാക്ട് ഉള്ള ഒരു സ്ട്രൈക്കറിന്, അല്ലെങ്കിൽ ഇമ്പാക്ട് ഉള്ള ഒരു സൈനിങ് ആയിരുന്നു ബ്രൂണോ ഫൊർണറാളി, ഉറുഗ്വൻ സ്ട്രൈക്കർ ആണ്. സോ ബ്രൂണോ ടീമിൽ വന്നതിന് ശേഷമാണ് മെൽബൺ സിറ്റി FC എന്നൊരു ടീം അറ്റാക്കിംഗ് ടീമായി അറിയപ്പെട്ടതോ, അല്ലെങ്കിൽ ഒരു സീസണിൽ തന്നെ 2015-ലാണെന്ന് തോന്നുന്നു ഏറ്റവും ഹയസ്റ്റ് സ്കോറിംഗ് ടീമായി മാറിയത് ബ്രൂണോ സൈൻ ചെയ്ത ശേഷമാണ്. ആൻഡ് മെൽബൺ ടീമിന്റെ എക്കാലത്തെയും ഹയസ്റ്റ് സ്കോററാണ് ബ്രൂണോ. ഓൾമോസ്റ്റ് 46-47 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. സോ പുള്ളിക്കാരൻ എന്തായാലും പ്രീ സീസൺ കളിക്കാൻ വേണ്ടി കേരളത്തിൽ വരുന്നുണ്ട്, കൊച്ചിയിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കളി കാണാൻ പറ്റും. പക്ഷെ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് നമുക്കറിയാം, ഇത് പ്രീ സീസൺ എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് കൂടിയാണ്. ആൻഡ് അങ്ങനെ ഒരു അറ്റാക്കിംഗ് ഫുട്ബോളർ ഉള്ളപ്പോൾ നമ്മുടെ ഡിഫൻഡേഴ്സിന് നല്ലൊരു ചാലഞ്ചിങ് ടാസ്ക് ആയിരിക്കും. ആക്ച്വലി നമ്മുടെ പ്രീ സീസണെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡിഫൻഡേഴ്സിന് ഒരു ടാസ്ക്, ഒരു ഫാസ്റ്റ് പ്ലെയറിനെതിരെ കളിക്കുക. പക്ഷേ 30 years old പ്ലെയർ ആണ്, എന്നാലും അറ്റാക്കിംഗ് ഗോൾ സ്കോറിംഗ് പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ്. ആൻഡ് വി നോ അവരുടെ മിഡ്ഫീൽഡ് ആയാലും അവരുടെ ഡിഫൻസിലായാലും അത്യാവശ്യം നല്ല സപ്പോർട്ട് കൊടുക്കാനുള്ള പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ അത് പറഞ്ഞപ്പോഴാണ് അവരുടെ കോച്ച് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ഈ പ്രീ സീസൺ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് അവിടെ മെയിൻ പ്ലേയേഴ്സിന് റെസ്റ്റ് ചെയ്തിട്ട് യങ്ങർ പ്ലേയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. യങ്ങർ പ്ലേയേഴ്സിന് ഒരു ചാൻസ് ആണ്. സോ വി കനോട്ട് ഹോപ്പ് ദ ബെസ്റ്റ് 11 ടു കം ആൻഡ് പ്ലേ. അതിന്റെ മെയിൻ റീസൺ ഫിറ്റ്നസ്, അതായത് മെയിൻ ഫസ്റ്റ് സ്ക്വാഡ് പ്ലേയേഴ്സിന് ഫിറ്റ്നസ് ഇഷ്യൂസ് ഉണ്ടാവും. സോ അത്
കെയർഫുൾ ആയിട്ട് യങ് പ്ലേയേഴ്സിന് കൂടുതൽ ചാൻസ് കൊടുക്കും. അവരുടെ സ്ക്വാഡിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, അവരെയൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇത് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഡേവിഡ് ജെയിംസും ആ തന്ത്രം തന്നെയായിരിക്കും കൊണ്ടുവരുന്നത്. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് സോ ഡേവിഡ് ജെയിംസ് എല്ലാ ബെസ്റ്റ് 11 പ്ലേയേഴ്സിന് ഗ്രൗണ്ടിൽ ഒരുമിച്ചിറക്കും. ഒരുപാട് യങ് സൈനിങ്സ് ഉണ്ട്, നമുക്ക് ഒരുപാട് യങ് ടാലന്റഡ് പ്ലേയേഴ്സ് നമ്മുടെ ടീമുണ്ട്. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും ഈ പ്രീ സീസൺ എന്ന് എനിക്ക് തോന്നുന്നു. ഡേവിഡ് ജെയിംസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡേവിഡ് ജെയിംസ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച ലൈനപ്പ് കൊണ്ട് കഴിഞ്ഞ സീസണിൽ വന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ ലൈനപ്പ് ഒന്നും ഒരിക്കൽ പോലും ഡേവിഡ് ജെയിംസ് കൊണ്ടുവന്നിട്ടില്ല. ബട്ട് ഈ സീസണിൽ നമുക്ക് പ്രീ സീസണിൽ പ്രത്യേകിച്ച് ലൈനപ്പിനെ കുറിച്ചൊന്നും സംസാരിക്കാനില്ല. നമ്മുടെ പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ സ്ക്വാഡിനെ കുറിച്ച് സംസാരിക്കാം, നമ്മുടെ പുതിയ സൈനിങ്സിനെ കുറിച്ച് സംസാരിക്കാം. ബിക്കോസ് പ്രീ സീസൺ ഇസ് ജസ്റ്റ് ലൈക്ക് ഇത് നമുക്ക് ചില്ലായിട്ടിരുന്ന് കണ്ട് ആസ്വദിക്കാം. ആൻഡ് ഇറ്റ്സ് എ ട്രെയിനിങ് ഫോർ ദ പ്ലേയേഴ്സ് ഓർ വി ക്യാൻ ജഡ്ജ് അവർ പ്ലേയേഴ്സ്. അതായത് ഏതൊക്കെ പ്ലെയർ എവിടെയൊക്കെ സ്ട്രോങ് ആണ്, എവിടെയൊക്കെ വീക്ക് ആണെന്ന് ജഡ്ജ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം വി ആർ പ്ലേയിങ് അഗെയിൻസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ് ഇൻ ദ വേൾഡ്. സോ അത് നമുക്ക് കൂടുതൽ പിക്ചർ വരും വേർ വി ആർ സ്റ്റാൻഡിങ് ഇൻ ദിസ് ISL സീസൺ. എക്സാക്ട്ലി. സോ സൈനിങ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഒരു കുറച്ച് സാഡ് ന്യൂസ് ആണ്. നമ്മുടെ വിട്ടുപോയ കുറച്ച് ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ്, നമ്മുടെ ലാസ്റ്റ് സീസൺ ഉണ്ടായിരുന്ന നമ്മൾ വിട്ടുപോയ പ്ലേയേഴ്സ് ആണ്. ഇയൻ ഹ്യൂമന നമ്മൾ തിരിച്ചെടുത്തിട്ടില്ല, കോൺട്രാക്ട് സൈൻ ചെയ്തില്ല ബിക്കോസ് ഓഫ് ഇഞ്ചറി ഇഷ്യൂസ്. ഇതുവരെ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് കേട്ടത്. അതുപോലെ തന്നെ ഗുഡിയോൺ ബാൽവിൻസൺ ലോണിലായിരുന്നു ആൻഡ് ഹീസ് നോട്ട് ബാക്ക്, വിച്ച് ഇസ് സംതിങ് വിച്ച് വി ന്യൂ. നമ്മൾ അറിയായിരുന്നു വരാൻ സാധ്യതയില്ല എന്ന്, പക്ഷെ എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ അത് വന്നില്ല. അതുപോലെ തന്നെ വെസ്റ്റ് ബ്രോൺ പോയി, പോൾ റബൂക്കിനെ റീറ്റെയിൻ ചെയ്തില്ല. അങ്ങനെ 4 ഇമ്പോർട്ടന്റ് ഫോറിൻ പ്ലേയേഴ്സിനെ വിക്ടർ പുൾഗ തിരിച്ചു വന്നിട്ടില്ല. ആരും മറന്നിട്ടുണ്ടായിരുന്നു ഓർക്കുന്നു. അല്ല, ബെർബട്ടോനെ കുറിച്ചും നമ്മൾ പറയണം. ബെർബട്ടോ നമ്മളെ പകുതിയിൽ വെച്ച് പോയ താരമാണ്, പുള്ളിയെ നമ്മൾ തിരിച്ചു വിളിച്ചില്ല. സാഡ് ന്യൂസ് അഗൈൻ. സോ സാഡ് ന്യൂസ് വിടാം, നമുക്ക് പുതിയ സൈനിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ടീമിൽ ഓൾറെഡി 34 മെമ്പേഴ്സ് സ്ക്വാഡ് ഓൾറെഡി സെറ്റ് ആണ്. അതിൽ ഓൾറെഡി ഇപ്പം 6 ഫോറിനേഴ്സ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു മാർക്കി പ്ലെയർ ഒരു സൈനിങ് കൂടെ നമുക്ക് പെൻഡിങ് ആണ്. ആൻഡ് ഡേവിഡ് ജെയിംസ് അതിനെ കുറിച്ച് പറഞ്ഞത് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജസ് അയക്കുന്നുണ്ട്, ഒരുപാട് പേര് കമന്റ്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് മാർക്കി പ്ലെയർ ആണ്. ISL സീസൺ തുടങ്ങിയതിനു ശേഷം ആദ്യത്തെ 3 സീസണിൽ ISL മാർക്കി പ്ലേയേഴ്സ് ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇറ്റ് വാസ് മസ്റ്റ് ലൈക്ക് മാർക്കി പ്ലേയേഴ്സ് മാൻഡറ്ററി ആയിരുന്നു എല്ലാ ടീമിനും. ബട്ട് തേർഡ് സീസണിന് ശേഷം അത് മാറ്റി. ആൻഡ് നമുക്ക് മാർക്കി പ്ലേയേഴ്സിനെ കൊണ്ട് വലിയ ഉപകാരം അല്ലെങ്കിൽ വലിയ എഫക്റ്റീവ് മാർക്കി പ്ലേയേഴ്സ് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, എക്സെപ്റ്റ് ഫോർ ഡേവിഡ് ജെയിംസ് അല്ലെങ്കിൽ ആരൻ ഹ്യൂഗ്സ്, വെരി ഗുഡ് എഫക്റ്റീവ് മാർക്കി പ്ലെയർ. ബട്ട് ബെർബട്ടോനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഡേവിഡ് ജെയിംസ് ഇത്തവണ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഐ ഡോണ്ട് കൺസിഡർ മാർക്കി പ്ലേയേഴ്സ് വെരി ഇമ്പോർട്ടന്റ്. കാരണം എനിക്ക് ഇപ്പോൾ ഉള്ള സ്ക്വാഡ് വെച്ചിട്ട് ISL തുടങ്ങുകയാണെങ്കിൽ ഐ ആം കോൺഫിഡന്റ് അബൌട്ട് മൈ പ്ലേയേഴ്സ്. അതിന്റെ മെയിൻ കാരണം ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കുന്ന 5 പ്ലേയേഴ്സ് ആണ് നമ്മുടെ സ്ക്വാഡിലുള്ളത്, വിച്ച് ഇസ് പ്ലസ് പോയിന്റ് ഫോർ us. എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, അനസ് പിന്നെ ഹാലിച്ചർ നർസാരി ഇവരൊക്കെ ഫുൾ ടൈം ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ്. സോ ദേ ആർ നോ ലെസർ ദാൻ എ മാർക്കി എന്ന് പറഞ്ഞു, which shows that David James is confident in the team. David James is confident with the players. Indian squad തന്നെ പുള്ളി ഹാപ്പിയാണ്. അതൊരു പോസിറ്റീവ് നോട്ടാണ്. ആൻഡ് ടു ബി ഫ്രാങ്ക്, ഈവൻ ഐ ആം ഹാപ്പി വിത്ത് ദ സൈനിങ്. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ബാലൻസ് സൈഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് സീസണിൽ നമുക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കംപ്ലൈന്റ് ആയിരുന്നു, നമുക്ക് നല്ല മീൻസ് ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്തായിരുന്നു, താൻബായ് സിംഗ് കാരണം ഒരുപാട് നോർത്ത് ഈസ്റ്റേൺ പ്ലേയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്തു എന്നുള്ളത്. പക്ഷെ ഈ സീസണിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു ബാലൻസ് ആയിട്ടാണ്. ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ ലോക്കൽ പ്ലേയേഴ്സ് ഒരുപാട് പേര് നമുക്ക് ഇപ്പം നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് പ്ലേയേഴ്സ് വന്നു. അതിൽ വൺ ഓഫ് ദ മേജർ സൈനിങ്സ് ആണ്. നമ്മളെല്ലാവരും ഒരുപാട് ഫസ്റ്റ് സീസൺ മുതൽ ആഗ്രഹിച്ച ഒരു സൈനിങ് ആണ്. അനസിക്ക നമ്മുടെ ടീമിലേക്ക് വന്നിരിക്കുകയാണ്. 30 വയസ്സായി. നമുക്ക് എന്നാലും അറിയാം കോമ്പിനേഷൻ ഉണ്ടല്ലോ, ജിങ്കാൻ ആൻഡ് അനസിക്ക, ആ കോമ്പിനേഷൻ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ചാണ്. അനസിക വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻഡറായ അബ്ദുൾ ഹക്കു, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും മലയാളി താരമായ അബ്ദുൾ ഹക്കു കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം സഹൽ അബ്ദുൾ സമദ് കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അധികം ഒന്നും കളിക്കാൻ പറ്റിയിട്ടില്ല. 2 മാച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു, അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കളിച്ചു. 6 കളിയിൽ നിന്നും 6 ഗോൾ സ്കോർ ചെയ്തു. അതുപോലെ തന്നെ ലാസ്റ്റ് സീസണിൽ ഒരുപാട് ചാൻസസ് കിട്ടിയ ഒരു പ്ലെയർ ആണ് പ്രശാന്ത്, പുള്ളിക്കാരൻ നമ്മുടെ ടീമിലുണ്ട്. CK വിനീത് നമ്മുടെ ടീമിലുണ്ട്. സക്കീർ മുണ്ടമ്പാറ ഫ്രം മുംബൈ സിറ്റി FC നമ്മൾ സൈൻ ചെയ്തിരിക്കുകയാണ്. സോ അനദർ മലയാളി പ്ലെയർ. ജിതിൻ എംഎസ് ഏറ്റവും ഇമ്പോർട്ടന്റ് സൈനിങ് തന്നെ പറയാം. നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൈനിങ് തന്നെ പറയാം. ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സൈനിങ് ആണ്. കാരണം സന്തോഷ് ട്രോഫിയിൽ കേരളം കപ്പ് നേടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ പങ്ക് ഉള്ള ഒരാളാണ് ജിതിൻ എംഎസ്, ഹയസ്റ്റ് ഗോൾ സ്കോറർ എന്ന് മാത്രമല്ല ടീമിന് എങ്ങനെയാണ് ജിതിൻ എംഎസ് കോൺട്രിബ്യൂട്ട് ചെയ്തത് എല്ലാവരും കണ്ടതാണ്. അസിസ്റ്റന്റ് രൂപത്തിലായാലും റൈറ്റ് വിങ്ങിലൂടെ ഓടിപ്പോകുന്ന ആ പേസ്. സോ ജിതിൻ എംഎസ് എന്നൊരു സൈനിങ് നമുക്ക് ഇന്നത്തേക്കുള്ള സൈനിങ് അല്ല, ഭാവിയിലേക്കും ഒരു
മുതൽക്കൂട്ട് തന്നെ വേണം പറയാം. അതിലൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു പ്ലെയർ ട്രാൻസ്ഫർ ഫീ വെച്ച് വേറൊരു ടീമിലേക്ക് പോകുന്നത്. ഫസ്റ്റ് കേരള പ്ലെയർ. സോ അതൊരു വലിയൊരു ഗുഡ് ന്യൂസ് ആണ്. 5 ലക്ഷം രൂപയ്ക്കാണ് FC കേരളയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജിതിൻ എടുത്തിരിക്കുന്നത്. ഇതൊരു സ്റ്റാർട്ടിംഗ് ആവട്ടെ. 5 ലക്ഷം ഒരു ചെറിയ എമൗണ്ട് ആണ്, പക്ഷേ ഇതൊരു സ്റ്റാർട്ടിംഗ് ആകട്ടെ. ഇനി ഇഷ്ടം പോലെ പ്ലേയേഴ്സ് കേരളത്തിൽ നിന്നും ഇങ്ങനെ ട്രാൻസ്ഫർ പോട്ടെ അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മലയാളി സ്ക്വാഡ്. ഗോൾ കീപ്പേഴ്സിലുണ്ട് സുജിത്ത് ഓൾറെഡി ഉണ്ട്, അജിത്ത് ഉണ്ട് ഡിഫൻസിൽ, ജിഷ്ണു ഡിഫൻസിലുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ബാക്കിയുള്ള സൈനിങ്സിലേക്ക് കിടക്കാം. ബാക്കിയുള്ള ഇന്ത്യൻ സൈനിങ്സ് നടന്നത് 2 നോർത്ത് ഈസ്റ്റേൺ പ്ലേയേഴ്സ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഹാലിച്ചറൻ നസാരി അഗെയിൻ നോർത്ത് ഈസ്റ്റേൺ പ്ലെയർ, സെമിലൻ ഡോങ്കൽ. ഈ 2 പ്ലേയേഴ്സും നോർത്ത് ഈസ്റ്റ് വന്ന പ്ലേയേഴ്സ് ആണ്. രണ്ടുപേരും ഇപ്പൊ നോക്കുവാണെങ്കിൽ കോമ്പറ്റീഷൻ നോക്കുവാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാസ് നോട്ട് സോ ഗുഡ്, നോട്ട് അപ് ടു മാർക്ക് ഇൻ ദ ലാസ്റ്റ് സീസൺ. അതുപോലെ തന്നെ ഒരു ഡിസപ്പോയിന്റിംഗ് ആയ ഒരു ടീമായിരുന്നു നോർത്ത് ഈസ്റ്റേൺ യുണൈറ്റഡ്. അൺഫോർച്യുനേറ്റ്ലി നോർത്ത് ഈസ്റ്റേൺ എനിക്ക് തോന്നുന്നു എല്ലാ സീസണിലും ഒരു നല്ല നോട്ടിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈവൻ ദോ ദേ ഹാഡ് ഗുഡ് ടീം, നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പറയുന്നത് ഹാലിച്ചറൻ നർസാരി ഒരു നല്ല പ്ലെയർ ആണ്, നല്ലൊരു സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഫോർവേഡ് രീതിയിൽ തന്നെ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ഈവൻ ഫോർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ലെഫ്റ്റ് വിംഗിൽ കളിച്ചിട്ട് ഒരുപാട് ക്രോസസ് ബോക്സിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു പ്ലെയർ ആണ്. കഴിഞ്ഞ സീസൺ നമ്മൾ കണ്ടു ഹലിച്ചറൻ നർസാരി ചെയ്തത് ആകെപ്പാടെ 3 അസിസ്റ്റ് ആണ് പുള്ളി ചെയ്തത്. ആൻഡ് അസിസ്റ്റ് കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ISL ഇതുവരെ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടില്ല. ഇത്രയും സീസൺ കളിച്ചിട്ട് ഇതുവരെ ഒരു ഗോൾ സ്കോർ ചെയ്തില്ല. പക്ഷെ 24 years ആയിട്ടേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് പുള്ളിക്കാരൻ ഗോൾ സ്കോർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നില്ല. നമുക്ക് കഴിഞ്ഞ സീസണിലും 16 ഷോട്ട് അടിച്ചായിരുന്നു, അതിൽ 5 ഓൺ ടാർഗറ്റ് പോയിരുന്നു. ബട്ട് still couldn't convert any of them. Hopefully Kerala Blasters then ആദ്യത്തെ ഗോൾ അടിക്കട്ടെ. Similarly സെമിലൻ ഡോങ്കലിനെ പറ്റി പറയുകയാണെങ്കിൽ അഗെയിൻ ദ സെയിം സിറ്റുവേഷൻ. കാരണം ഒരു ഹാട്രിക് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ, നല്ല രീതിയിൽ നല്ല നോട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്ലെയർ ആണ്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ സീസൺ ആകുമ്പോഴത്തേക്കും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. 4 ഗോളാണ് സ്കോർ ചെയ്തത് ആൻഡ് 1 അസിസ്റ്റ്. അതെ, അതിലൊരു ഹാട്രിക് ആണ്, 4 ഗോൾ സ്കോർ ചെയ്തത്. പക്ഷേ സെമിലൻ ഡങ്കലിന്റെ ഏറ്റവും ബെസ്റ്റ് സീസൺ ആയിരുന്നു കമ്പയറിംഗ് ഗോൾ സ്കോറിംഗ് ആൻഡ് അസിസ്റ്റ് ആൻഡ് എവരിതിങ്. പക്ഷേ it was a disappointed season for him. But നമ്മുടെ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ ബാലൻസ് ചെയ്യും. കാരണം വെച്ചാൽ നമ്മുടെ ടീമിൽ കഴിഞ്ഞ തവണ നമ്മൾ ലാക്ക് ചെയ്ത ഒരു സംഭവമാണ് വിങ്സ് ബോൾ ക്രോസ് വരുന്നില്ലായിരുന്നു. ഹാലിച്ചറൻ നസാരി ആയാലും സെമിലൻ ഡോങ്കലായാലും രണ്ടുപേരും വിങ്ങിലൂടെ നല്ലോണം ഓടുന്ന പ്ലേയേഴ്സ് ആണ്. സെമിലൻ ഡോങ്കൽ ഡ്രിബ്ലിംഗ് സ്കില്ലുള്ള ഒരു പ്ലെയർ ആണ്, which is going to be an advantage for us. Let's hope that their form is good and they perform well for us. So ഇനി നമ്മൾ നമ്മുടെ ഫോറിൻ സൈനിങ്സിലേക്ക് നോക്കാം. ഫോറിൻ സൈനിങ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ റീറ്റെയിൻ ചെയ്ത 3 പ്ലേയേഴ്സിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. സോ നമ്മുടെ ടീമിലേക്ക് നമ്മൾ കഴിഞ്ഞ സീസണിൽ നിന്നും റീറ്റെയിൻ ചെയ്ത പ്ലേയേഴ്സ് ആണ് കിസീരൻ കിസീത്തോ, കരേജ് പെക്കുസൻ ആൻഡ് നെമാന്യ ലാക്കിച്ച് പെസിച്ച്. എന്തുകൊണ്ട് നല്ലൊരു ഡിസിഷൻ തന്നെ. കാരണം നമുക്കറിയാം ലാക്കിച്ച് പെസിച്ച് ആസ് എ ഡിഫൻഡർ ഒരുപാട് കളിയിൽ പ്രൂവ് ചെയ്തതാണ്. കിട്ടിയ ചാൻസിലൊക്കെ പുള്ളി നല്ല രീതിയിൽ കളിച്ചു. പിന്നെ നല്ല 100% കമ്മിറ്റ്മെന്റ് ഒരു പ്ലെയർ ആണ്. കുറെ കാർഡ്സ് കഴിഞ്ഞ സീസണിൽ മേടിച്ചു എന്നല്ലാതെ നല്ല രീതിയിൽ തന്നെ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു. ഡെഡിക്കേറ്റഡ് ആണ്, ഭയങ്കര ഡെഡിക്കേറ്റഡ്. അതുകൊണ്ട് തന്നെയാണ് കാർഡ്സ് മേടിക്കുന്നത്. കിസീറ്റയെ കുറിച്ച് പറയുകയാണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അധികം സമയം കിട്ടിയിട്ടില്ല ഗ്രൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ കൂടെ. പക്ഷേ ആസ് എ ഫാമിലി എപ്പോഴും ഓഫ് ദ ഗ്രൗണ്ട് നമ്മുടെ ടീമിന്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആസ് എ സ്ക്വാഡ് മെമ്പർ നമ്മുടെ ടീമിന്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതർ ദാൻ ദാറ്റ് കിസീരൻ കിസീത്തോ കിട്ടിയ സമയത്ത് നല്ല രീതിയിൽ പ്രൂവ് ചെയ്ത ഒരു പ്ലെയർ ആണ്. നമുക്കറിയാം വാട്ട് ഇസ് ദി ഇമ്പാക്ട് ദാറ്റ് ഹി ക്യാൻ പ്രൊവൈഡ് ടു ദ ടീം. ഇപ്പോഴും ഓർമ്മയുണ്ട് കിസീറ്റോ എന്ന പ്ലെയർ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതും പിന്നെ ഫാൻസിന്റെ ഒക്കെ ഒരു എനർജി മാറി. അത്രയ്ക്കും എനർജറ്റിക് ആയിട്ടുള്ള പ്ലെയർ, നല്ല എക്സ്പെക്ടേഷനോടെ വന്നൊരു പ്ലെയർ ആണ്. ആ എക്സ്പെക്ടേഷൻ ആ ഗാർഡൻ പ്ലെയർ നമുക്ക് എന്താ പറയുക കീപ്പ് അപ്പ് ചെയ്തു, വിച്ച് വാസ് എ ഗുഡ് തിങ് ഫോർ അസ്. കരേജ് പെക്കുസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ് ഫോർ അവർ ടീം, മോസ്റ്റ് ഇമ്പാക്ട് ഉള്ള ടീം പ്ലെയർ ആയിരുന്നു. ചാൻസ് ക്രിയേറ്റ് ചെയ്യാനാലും ഹൈയസ്റ്റ് അസിസ്റ്റ് കൊടുത്തൊരു പ്ലെയർ ആണ്. ആൻഡ് എന്താ പറയുക നല്ലൊരു ഇമ്പാക്ട് ആണ്. മിഡ്ഫീൽഡ് ഫിറ്റ്നസ് ഉള്ള ഒരു പ്ലെയർ ആണ്. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ സീസണിൽ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒറ്റ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ദാറ്റ് വാസ് അഗെയിൻസ്റ്റ് ബംഗളൂരു FC. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ചാൻസസ് കിട്ടിയായിരുന്നു. ഹോപ്പ്ഫുള്ളി ഈ സീസണിൽ അസിസ്റ്റ് മാത്രമല്ല ഒരുപാട് ഗോളും സ്കോർ ചെയ്യാൻ. പെക്കുസിനെ പറ്റി പറയുമ്പോൾ പലരും മറക്കാത്തൊരു കാര്യമായിരിക്കും ആ ഒരു പെനാൽറ്റി, പെക്കുസൻ മിസ് ചെയ്ത ആ ഒരു പെനാൽറ്റി. പക്ഷേ ഹോപ്പ്ഫുള്ളി അതിന്റെ ഒക്കെ പകരം വീട്ടാൻ വേണ്ടി പെക്കുസൻ നല്ല ശക്തിയോടെ തന്നെ ഈ സീസണിൽ വരുന്നു പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് ഈ 3 റീറ്റെയിൻ ചെയ്ത ഫോറിൻ പ്ലേയേഴ്സ് അല്ലാതെ 4 സൈനിങ് കൂടെ ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ 3 സൈനിങ് ചെയ്തിട്ടില്ല ഇതുവരെ. ഒരു സൈനിങ് പെൻഡിങ് ആണ്. 3 സൈനിങ് കുറിച്ച് പറയാൻ ആദ്യം ആരെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ ഫ്രഞ്ച് ഡിഫൻഡറായ സിറിൽ കാലി നമ്മുടെ ടീമിൽ കയറിയിരിക്കുകയാണ്. സിറിൽ കാലി ഈസ് എ ഫ്രഞ്ച് മാൻ, സെന്റർ ബാക്ക് പ്ലെയർ ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരുപാട് കൺഫ്യൂസിംഗ് ആണ്. കാരണം നമുക്ക് ലാക്കിച്ച് പെസിച്ച് ആസ് എ സെന്റർ ബാക്ക് ഉണ്ട്, അനസ് എടത്തോടിക്ക ഉണ്ട്, പിന്നെ സന്ദേശ് ജിങ്കാൻ ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി സന്ദേശ് ജിങ്കാൻ ഒരു റൈറ്റ് വിംഗ് ബാക്ക് ആയിരിക്കും കളിക്കാൻ ചാൻസസ് ബിക്കോസ് ഓഫ് ലാക്കിച്ച് പെസിച്ച് ആൻഡ് അനസ് എടത്തോടിക്ക. ആൻഡ് ലെഫ്റ്റ് വിംഗ് ബാക്കിൽ നമ്മൾ പറയാത്തൊരു പ്ലെയർ ഉണ്ട്, നമ്മുടെ മുത്ത് അവിടെ തന്നെ ഉണ്ട്. സോ അതൊരു പോസിറ്റീവ് ആണ്. നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത്തും ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആണ്. മുഹമ്മദ് റാക്കിബ്, അബ്ദുൽ ഹക്കു, പിന്നെ ലാൽത്തിക്കുമ, ഒരുപാട് പ്ലേയേഴ്സ് ബെഞ്ചിലും ഉണ്ട്. പ്രീതം കുമാർ സിംഗ് ഉണ്ട് ബെഞ്ചിൽ. സോ
ബാക്ക് സ്ട്രോങ് ആണ്. സോ സിറിൽ കലിയുടെ മെയിൻ റോൾ സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ അത് ചാൻസസ് ആണ്. കാരണം വെച്ചാൽ നമുക്കറിയാം ലാസ്റ്റ് സീസണിൽ അഹമ്മദ് ജാഹു ആയാലും പിന്നെ അഖിലസ് എമാനെ ആണെങ്കിലും സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് നിന്നിട്ട് മിഡ്ഫീൽഡ് ജനറലിന്റെ ഒരു റോൾ ആയിരുന്നു ചെയ്തിരുന്നത്. അവർക്കും ഏജ് ഉണ്ടായിരുന്നു ആൻഡ് ദേ പ്ലേഡ് ബ്രില്യൻ ഫുട്ബോൾ. സിറിൽ കലി 34 വയസ്സുള്ള ഒരു പ്ലെയർ ആണ്. അതിന് ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഏജ് ഉള്ള പ്ലേയേഴ്സ് ഒക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈവൻ കൊറോമിനാസ് ഇസ് ഓൾഡ് ഇനഫ് ബട്ട് സ്റ്റിൽ ഹീസ് പ്രൂവിങ്. ആൻഡ് നമുക്കറിയില്ല ചിലപ്പം ആ ഒരു റോളില് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കളിക്കാരനാണ്. മിഡ്ഫീൽഡ് ജനറൽ കഴിഞ്ഞ സീസണിൽ ഇല്ലായിരുന്നു. പുൾഗ ലാസ്റ്റ് ആയപ്പോൾ വന്നു. ബട്ട് പുൾഗക്കും അധികം അവസരം കിട്ടിയില്ല. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് സിറിൽ കലി വിൽ ബി ദി മിഡ്ഫീൽഡ് ജനറൽ. ബട്ട് ബർബട്ടോ കളിച്ച പോലെ സ്ലോ ഗെയിം ആവരുത് എന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നു. എക്സാക്ട്ലി. ഈ ടച്ചസ് ആണ് മെയിൻ ഇമ്പോർട്ടന്റ്. കാരണം നമുക്കറിയാം അഖിലസ് എമാനെ ആയാലും പിന്നെ അഹമ്മദ് ഷാവിന്റെ ടച്ചസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. പാസസ് അങ്ങനെ ഒരു റോള് സിറിൽ കലിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ സിറിൽ കലി കളിക്കുകയാണെങ്കിൽ അതിലൊരു അഡ്വാൻറ്റേജ് ഉള്ളത് കിസീറ്റോ കുറച്ചും കൂടെ അറ്റാക്കിംഗ് ആയിട്ട് കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാവും. ഇതല്ലാതെ നമ്മൾ അറ്റാക്കിങ്ങിൽ 2 സൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അറ്റാക്കിംഗ് തേർഡ് കഴിഞ്ഞ തവണ ഗോൾ സ്കോറിംഗ് ഇതിൽ വരുവാണെങ്കിൽ ഹ്യൂമായിട്ടനും പിന്നെ വളരെ ചുരുക്കം ഗോളെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സോ അറ്റാക്കിംഗ് തേർഡിൽ നമുക്ക് ഇപ്രാവശ്യം ഗോൾ സ്കോറിംഗ് മെഷീനായിട്ട് നമ്മുടെ സ്ലോവേനിയൻ, അതായത് ISLന്റെ സെക്കൻഡ് സ്ലോവേനിയൻ സൈനിങ് ആണ്. റെനെ മെഹലിച്ച് കഴിഞ്ഞാൽ മറ്റേജ് പോപ്ലാറ്റ്നിക് എന്ന് പറയുന്നത് 25 years old യങ് പ്ലെയർ ആണ്. 24 or 25 years old ആണ്, യങ് പ്ലെയർ ആണ്. ആൻഡ് നമുക്കറിയാം ട്രിഗ്ലാവ് കാൻസ് എന്ന് പറഞ്ഞ ടീമിനാണ് പുള്ളി സീനിയർ കരിയറിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 140 matches for that club and 70 goals score ചെയ്ത ഒരു പ്ലെയർ ആണ്, വിച്ച് മീൻസ് ഒരു ഗോൾ സ്കോറിംഗ് മെഷീൻ തന്നെയാണ്. നമുക്കറിയാം ഗുഡിയാൻ ബാൽവിൻസന്റെ ഒരു അഭാവം, അതായത് ഗുഡിയാൻ ബാൽവിൻസനെ നമുക്കറിയായിരുന്നു ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു കളിക്കാരനായിരുന്നു, എനർജറ്റിക് ആയിരുന്നു. സോ 25 years old ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരുപാട് വീഡിയോസ് കണ്ടുകൊണ്ട് പറയാണ് നല്ല ഫാസ്റ്റ് ആണ്. ആൻഡ് അങ്ങനെ ഒരു അഗ്രസീവ് ഗെയിം തന്നെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഹീസ് ഗോട്ട് എ വെരി ഗുഡ് ഫിനിഷിംഗ് സ്കിൽ. പെനാൽറ്റീസിലും നല്ലതാണ്, സെറ്റ് പീസിലും നല്ലതാണ്, പിന്നെ ചാൻസസ് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. Which is a positive note for us because നമുക്ക് അങ്ങനത്തെ പ്ലേയേഴ്സ് ആണ് വേണ്ടത് ഇത്തവണ. 2014-2015 സീസണിൽ അവരുടെ ലീഗിലെ ഏറ്റവും ഹയസ്റ്റ് ഗോൾ സ്കോർ ആയിരുന്നു. 18 goals സ്കോർ ചെയ്തിട്ട് ഹയസ്റ്റ് ഗോൾ സ്കോർ ആയിരുന്നു. അതല്ലാതെ തന്നെ ലാസ്റ്റ് സീസണിലും പുള്ളി നല്ലൊരു നോട്ടിലാണ് എൻഡ് ചെയ്തത്. മാറ്റേജ് പോപ്ലാറ്റ്നിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫിറ്റസ്റ്റ് പ്ലേയേഴ്സ് വി ഹാവ് ഇൻ അവർ കറന്റ് സ്ക്വാഡ് എന്ന് വേണം പറയാം. കാരണം കഴിഞ്ഞ സീസണിൽ കളിച്ച 34 കളികളിൽ നിന്നും 34 കളികളും സ്റ്റാർട്ട് ചെയ്ത ഒരു പ്ലെയർ ആണ്. അതിൽ 5 കളിയിൽ മാത്രമാണ് പുള്ളിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ബാക്കി 34 ഗെയിംസും പുള്ളി സ്റ്റാർട്ട് ചെയ്തു, 5 കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കി എല്ലാ കളിയും 90 minutes പുള്ളി കളിച്ചു. ടച്ച് വുഡ് വിതൗട്ട് ഇഞ്ചുറി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിതൗട്ട് ഇഞ്ചുറി കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബിക്കോസ് വി വർ കഴ്സ്ഡ് വിത്ത് ഇഞ്ചുറീസ് ലാസ്റ്റ് സീസൺ. ഹോപ്പ്ഫുള്ളി ഈ സീസൺ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ ലാസ്റ്റ് കളിച്ചത് June 6th ആൻഡ് അതിൽ 2 goals സ്കോർ ചെയ്യാൻ പറ്റി. ആ കളിയിൽ 2 goals സ്കോർ ചെയ്യാൻ പറ്റി. സോ ഹീസ് എൻഡഡ് ഓൺ എ പോസിറ്റീവ് നോട്ട്. ലെറ്റ് ഹിം ബിഗിൻ ഓൺ എ പോസിറ്റീവ് നോട്ട് അഗൈൻസ്റ്റ്. അവസാനിച്ചത് 2 goal കൊണ്ടാണെങ്കിൽ തുടക്കവും 2 goal കൊണ്ട് മെൽബൺ സിറ്റി എഫ് സിക്കെതിരെ അടിച്ചിട്ട് തന്നെ തുടങ്ങട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അടുത്ത സൈനിങ് എന്ന് പറയുന്നത് അനദർ സെർബിയൻ ഫുട്ബോളർ ആണ്. ഒരു സെർബിയൻ സ്പെസിഫിക്കേഷൻ നമ്മുടെ ടീമിൽ ആഡ് ചെയ്യാവുന്ന വേറൊരു സെർബിയൻ പ്ലെയർ ആണ്, സ്ലവിസ സ്റ്റോവാനോവിച്ച്. നമ്മുടെ ചാൻ ടീമിലുള്ള ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് ഈ പേരുകൾ. മെറ്റാച്ച് പോപ്ലാറ്റ്നിക്, സ്ലവിസ സ്റ്റോവാനോവിച്ച്. ഇത് യൂസ് ടു ആയിക്കോളും. ബിക്കോസ് ലാക്കിഷ് ബേസിസ് വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ യൂസ് ടു ആയിക്കോളും. സ്ലവാഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ എന്താ പറയാ നല്ല എക്സ്പീരിയൻസ് ഫുട്ബോളറാണ്. അബൌട്ട് 200 games കളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു എന്താ അങ്ങനെ ഗോൾ സ്കോറിംഗ് മെഷീൻ ഒന്നുമല്ല. He scored only around 35 goals. 212 matches approximately കളിച്ചതിൽ നിന്ന് 30-36 ഗോളെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. വിച്ച് മീൻസ് കൂടുതലും ഒരു പ്ലേ മേക്കറിന്റെ റോളിലോ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലായിരിക്കും മിക്കവാറും നമുക്ക് കാണാൻ കഴിയുക. കാരണം ഫിനിഷിംഗ് റോളിൽ മറ്റാച്ച് പോപ്ലാറ്റ്നിക് ആയിരിക്കും കൂടുതൽ ഉണ്ടാകും. CK വിനീതും അഫ്രണ്ട് കളിക്കാൻ നമുക്ക് വേണ്ടിയിട്ടുണ്ട്. സോ മോസ്റ്റ്ലി ഒരു സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വിങ്ങർ ആയിട്ടോ കളിക്കാനാണ് ചാൻസ്. ഇങ്ങനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതുവരെ റെഡ് കാർഡ് മേടിക്കാത്ത ഒരു പ്ലെയർ ആണ്. സോ ഫുട്ബോളിന്റെ മാന്യനായ ഒരു ഫുട്ബോളർ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൂടാതെ ടീമിന്റെ ഉള്ളിൽ തന്നെ നല്ല രീതിയിൽ എല്ലാവരോടും ഒരു റിലേഷൻഷിപ്പ് വെക്കുന്ന ഒരു പ്ലെയർ ആണ്, വിച്ച് ഇസ് പോസിറ്റീവ്. ബിക്കോസ് കഴിഞ്ഞ സീസണിൽ നമുക്ക് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോ പോസിറ്റീവ് വൈബ്സ് കൊണ്ടുവരട്ടെ എന്ന് ഓൾറെഡി ടീമിനകത്ത് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. ഇപ്പൊ DJ യുടെ പ്രസൻസും നമ്മുടെ ടീം എല്ലാവരും കഴിഞ്ഞ സീസൺ മുതലേ ഒരുമിച്ച് വരുന്ന ഒരു ടീമാണ്. സോ എല്ലാം കൊണ്ട്
ഒരു പോസിറ്റീവ് വൈബ്സ് ഉണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റേഴ്സ് പോപ്ലാക്നിങ്ങും പിന്നെ സ്ലവേഷനും കൂടെ ഒരു കൊറോമിനാസ് ആൻഡ് ലാൻസറോട്ടെ ആ ഒരു കോമ്പിനേഷൻ പോലെ ഒരു കോമ്പിനേഷൻ തന്നെ അധികമൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് ഇയൻ ഹ്യൂം ആൻഡ് ഗുഡിയൻ ബാൽവിൻസും കുറച്ചു കാലം കൊണ്ട് 2 മാച്ചിൽ ഉണ്ടാക്കിയ ആ ഒരു കളി, ആ ഒരു ഗെയിം, അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് കാണാൻ പറ്റട്ടെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എല്ലാം പറഞ്ഞപ്പോഴും നമുക്ക് 7 സൈനിങ് ബാക്കിയാണ്. മാർക്കി സൈനിങ് വേണമെന്നില്ല ഇത്തവണ, നമുക്കറിയാം. വേറെ ഏതെങ്കിലും സൈനിങ് ആയിക്കോട്ടെ. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഡേവിഡ് ജെയിംസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ കേസ് ഈ പ്രീ സീസണിൽ നമുക്ക് മനസ്സിലാവുകയാണ് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് പ്ലെയറിന്റെ ആവശ്യമുണ്ട്, നമുക്ക് അതിനനുസരിച്ച് സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇതുവരെ ടീം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ മിഡ്ഫീൽഡിൽ കുറച്ചും കൂടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോറിൻ സൈനിങ് വേണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം പെക്കുസനും കിസീറ്റും അല്ലാതെ നമ്മളിപ്പോൾ സംസാരിച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് സിറിൽ കാലിയാണെങ്കിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് സ്ലവേഷ്യ സ്റ്റോവാനോവിച്ച് ആണെങ്കിലും അത്ര എക്സ്പീരിയൻസ് ഉള്ള. സോ വി നീഡ് സം എക്സ്പീരിയൻസ് മിഡ്ഫീൽഡ്. പേരിന്റെ ഒറ്റ കാരണത്തിൽ ഞങ്ങൾ പ്ലേയിങ് ലെവലിലും ഞങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും. നമ്മൾ സംസാരിക്കുന്നില്ല ബിക്കോസ് ഇതൊരു ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ടും പിന്നെ പ്രീ സീസൺ ആയതുകൊണ്ടും നമുക്കറിയാം ഡേവിഡ് ജെയിംസ് ചാൻസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. സോ പ്ലേയിങ് ലെവലിനെ കുറിച്ച് സംസാരിച്ച കാര്യമില്ല, നമുക്ക് കളി കാണാം. എങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നില്ല, ബട്ട് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പ്ലേയിങ് ലെവലിനെ കുറിച്ച് സംസാരിക്കാം. ഞങ്ങൾ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് വീണ്ടും വന്ന് സംസാരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് വീഡിയോ സംസാരിക്കുന്നതായിരിക്കും. ആൻഡ് ജിറോണ FC കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. കേരളത്തിലെ എല്ലാവരും അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാവരും നേരെ കൊച്ചിയിലേക്ക് വിട്ടോളൂ, കളി കാണാൻ പോയിക്കോ. മഞ്ഞപ്പട തകർക്കാൻ പോവാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സപ്പോർട്ടാണ് അവർ കാണിക്കാൻ പോകുന്നത്. സോ കണ്ടറിയണം. എന്തായാലും കൊച്ചി സ്റ്റേഡിയത്തിൽ ഉണ്ടാവണം. എന്തായാലും ഗൈസ് യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം. മഞ്ഞപ്പടയുടെ സോഷ്യൽ മീഡിയ ഇതിലായ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ ഇതിലൊക്കെ നമ്മളെ ഫോളോ ചെയ്യാം. പിന്നെ സ്റ്റേ അപ്ഡേറ്റഡ്. ഞങ്ങൾ അടുത്ത ജിറോണ FC ആയിട്ടുള്ള മാച്ചിന്റെ മുന്നേ പ്രീ സീസൺ ആയിട്ട് വരും. പറ്റുവാണെങ്കിൽ ഈ മാച്ചിന് ശേഷം പോസ്റ്റ് മാച്ച് അനലൈസും കൊണ്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയും